ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുന്ന BNS 152 വകുപ്പ് പ്രകാരം രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി സമൻസ് അയച്ചിരിക്കുകയാണ്. വയറിന്റെ ഉടമസ്ഥരായ സിദ്ധാർത്ഥ് വരദരാജ്, കിരൺ ഥാപ്പർ എന്നിവർക്ക് എതിരെയാണ് ഇപ്പോൾ അസം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അവിടെ അസാമിൽ ഗുവാഹത്തിയിൽ ഹാജരാകുവാൻ കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 22-ന് ഹാജരാകണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരുടെ ഒരു കേസ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ തകർന്നു എന്ന വാർത്ത നൽകിയിരുന്നു ഈ വരദരാജൻ. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണവുമായി പുരോഗമിച്ച് കൂടുതൽ തെളിവുകൾ, അതായത് ഇവർ നൽകിയത് വ്യാജ വാർത്തയാണ് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനാണ് ഇപ്പോൾ സമൻസ് അയച്ചത് എന്നതിൽ പ്രത്യേകം എടുത്തു പറയുന്നു. ഒപ്പം തന്നെ ഇത് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ സൗമിർ ജ്യോതി റേ ആണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. BNS 152, 196, 197, DA 353, 45, 61 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ നമ്പർ 3/2025 രജിസ്റ്റർ ചെയ്തതാണ്. ഇതിനെതിരെ ഈ രണ്ട് മാധ്യമ പ്രവർത്തകരും സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതി ഒരു ഇടക്കാല ആശ്വാസം തൽക്കാലം നൽകിയിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 12-ന് കോടതി വരദരാജ് അടക്കം ഉള്ളവർക്ക് ഒരു ഇടക്കാല സംരക്ഷണം നൽകിയിരുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ അതിനുശേഷവും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകരുണ്ട്. അത് ദേശീയ തലത്തിൽ ഇതുപോലുള്ള ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്ന ജിഹകളായിട്ടുള്ള ഈ പറയുന്ന വയർ അടക്കം ഉള്ള മാധ്യമങ്ങളും, ഒപ്പം തന്നെ കേരളത്തിലടക്കം ചില മാധ്യമങ്ങളും അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും സർക്കാർ അതിനെതിരെ നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരവും. ന്യൂസ് ഡെസ്ക്.